ഏവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ പുതിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിലത്തെ ഗ്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് കാണാം വലിയ വണ്ടികളൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരാം, ഞാനിപ്പോൾ ഒരു ഹൈവേയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒത്തിരിയധികം സന്തോഷമുള്ളതുകൊണ്ടാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇതുപോലെ ഒരു ഹൈവേയിൽ ഒരു വീട് വെക്കണം, പണിയണം എന്നൊന്നും നമുക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഉള്ള ആൾക്കാരല്ല കേട്ടോ. കാരണം നമ്മുടെ ഒരു വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പല വീഡിയോസിലൂടെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മളുടെ വീട് കണ്ടിട്ടുണ്ട്, വീട്ടിലേക്കുള്ള വഴി കണ്ടിട്ടുണ്ട്. വീട് പോട്ടെ, ഒരു കൊച്ചു വീടാണെങ്കിലും നമുക്കൊരു ഒറ്റ മുറിയാണെങ്കിൽ പോലും നമുക്ക് സന്തോഷം ലഭിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒത്തിരി അധികം ഹാപ്പിനെസ് ഉള്ള ഒരു വീടാണ് നമ്മുടെ. കാരണം ഒത്തിരി അധികം ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കൊച്ചു വീടാണെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷമാണ് ആ വീടിനെ സംബന്ധിച്ച്. പക്ഷെ അവിടുത്തെ വഴി എന്ന് പറയുന്നത് എത്രയോ നാളുകളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ് അവിടുത്തെ വഴി എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, പലപ്പോഴും ആ വഴി കണ്ടിട്ടുണ്ട് നിങ്ങൾ. അവിടെ നമുക്ക് സാധാരണ നമുക്കിപ്പോൾ നടന്ന് കയറിപ്പോകും. ഇപ്പോൾ മലകളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വഴിയില്ലാത്ത സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം, അത് വഴിയില്ലാത്തവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് നോർമലി ആരോഗ്യമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അതിനൊരു പ്രശ്നമേ അല്ല. പക്ഷേങ്കിൽ നമുക്കൊന്ന് വയ്യാണ്ടായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാകുന്നത്. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഗ്യാസ് കൊണ്ടുവന്നെങ്കിലോ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ് കൊണ്ടുവന്നെങ്കിലോ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതും പോട്ടെ, നമുക്ക് ആൾക്കാരെ വെച്ചൊക്കെ ചെയ്യാം. പക്ഷെ അവിടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്, സത്യം ഞാൻ ചങ്ക് പൊട്ടി കരഞ്ഞു എന്ന് പറയുന്ന അവസ്ഥ വന്നത് അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോഴാണ്. കാരണം അച്ഛന് സുഖമില്ലാതെ വന്നപ്പോൾ അത്രയും പ്രോബ്ലം അനുഭവിച്ചിരുന്നില്ല. കാരണം അച്ഛനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ അച്ഛന് നടക്കാവുന്ന സിറ്റുവേഷനിലാണ് അച്ഛനെ അവിടെ നിന്ന് കൊണ്ടുപോയത്. എങ്കിലും അച്ഛനെ ഞങ്ങൾ കയ്യിലൊക്കെ രണ്ടുപേർ അപ്പുറം ഇപ്പുറയൊക്കെ നിന്ന് പിടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അമ്മയ്ക്ക് വയ്യാണ്ട് വന്നപ്പോൾ സംഭവിച്ചത്, അമ്മയ്ക്ക് ഈ ലങ്സിന് പൾമനോളജി, ശ്വാസകോശ സംബന്ധമായ പ്രശ്നവും ഹാർട്ടിന്റെ പ്രശ്നമൊക്കെ ആയിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മേനെ നമ്മൾ രണ്ട് സൈഡിൽ പിടിച്ചാൽ പോലും ഒരു ഹെവിനെസ് വന്നിട്ട് അമ്മയ്ക്ക് ബ്രീത്തിങ്, ശ്വാസം കിട്ടാതെ വരിക, അമ്മയുടെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അത്രയും ദൂരം വഴികളിൽ അമ്മേനെ കൊണ്ടുപോയത്, ഇനി ഇന്ന് ഓർക്കുവാണെങ്കിൽ 2 സ്റ്റെപ്പ് അമ്മ നടക്കും, അതിനുശേഷം അമ്മേനെ ഒരു കസേരയിലിരുത്തും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറയട്ടെ, ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇരുന്ന് പറയുകയാണ്, അന്ന് ഞാൻ നെഞ്ചു പൊട്ടി കരഞ്ഞതുപോലത്തെ ഒരു കരച്ചിലുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ആ അവസ്ഥ, അമ്മയ്ക്ക് ശ്വാസം കിട്ടാതെ അമ്മ മരിക്കുന്ന രീതിയിൽ മരണവെപ്രാളം പോലെ 2 സ്റ്റെപ്പ് വെച്ചിട്ട് അമ്മ കുഴഞ്ഞു വീണിരിക്കുമ്പോഴത്തേക്കും നിസ്സഹായനായിട്ട്, അമ്മയ്ക്ക് വയ്യാണ്ട് വരുന്ന രാത്രിയിലാണ്. ആ രാത്രിയിൽ ആരുമില്ല, തൊട്ടടുത്തുള്ളൊരു ചേട്ടനുമുണ്ട്, ഞാനുമുണ്ട്, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. വേറെ ആരും വിളിക്കാൻ പോകണമെങ്കിലും ഞാൻ പോകണം വിളിക്കാനായിട്ട്. അപ്പം അങ്ങനെയൊന്നും നമുക്ക് പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ എന്തൊക്കെയോ കാണിച്ച് കുറേ ദൂരം കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് വഴിയിലേക്ക് ഒരു ഓട്ടോറിക്ഷ, ഒരേ ഒരു ഓട്ടോ മാത്രം അവിടെ ഇറങ്ങുള്ളൂ. കാരണം അവിടെ ഓട്ടോ ഉള്ള ചേട്ടനുണ്ട്, ആ ചേട്ടൻ മാത്രം ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇറക്കിയിട്ട് അതിൽ അമ്മയെ കയറ്റി കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു റോഡ് സൈഡിലൊരു വീടെന്നുള്ള സ്വപ്നം. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് വലിയ റോഡൊന്നും വേണ്ട, ഒരു ഓട്ടോറിക്ഷ കയറി വരിക, അത്രേ ഉള്ളൂ. ഒരു ഓട്ടോറിക്ഷ ജസ്റ്റ് വീട്ടിലേക്ക് വരുന്ന ഒരു വഴിയിലൊരു സ്ഥലം വാങ്ങിക്കണം, ഒരു വീട് വെക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്താണ്, ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. വീടൊന്നും പണിതില്ല കേട്ടോ, വീടിനുള്ള സ്ഥലമാണ് വാങ്ങിച്ചത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും, അങ്ങനെ എന്തായാലും അമ്മയും മകനും യൂട്യൂബ് ചാനലിലൊക്കെ വന്നു, യൂട്യൂബ് ചാനലിലൂടെ കുറേ പൈസ അവർക്ക് കിട്ടി, അവർ വീട് വാങ്ങിച്ചു അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായുള്ളൂ. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ. നമുക്കിപ്പോൾ 1,30,000 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ അറ്റ് പ്രസന്റ് കണ്ടീഷനിൽ നമുക്കുള്ളത്. നമുക്ക് വരുമാനമുണ്ടോ എന്ന് ചോദിച്ചാൽ വരുമാനമുണ്ട്. വരുമാനത്തിൻ്റെ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ സന്തോഷത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു സ്ഥലം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ വരുന്ന സ്ഥലം നോക്കി ഇരുന്നിട്ട് ദൈവം നമുക്ക് തന്നത് ഹൈവേയിലാണ് സ്ഥലം തന്നത് കേട്ടോ. അപ്പം അത്രയും നല്ലൊരു സ്ഥലത്ത് കണ്ടില്ല, വണ്ടികളൊക്കെ പോകണ കണ്ടില്ല, ഓട്ടോറിക്ഷയാണ് വിചാരിച്ചത്. പക്ഷെ വലിയ ട്രക്കുകളൊക്കെ പോകുന്ന വഴിയിലാണ് നമ്മൾ സ്ഥലം വാങ്ങിച്ചത്. അപ്പോൾ ഈ സ്ഥലം വാങ്ങിച്ച് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്തിടയ്ക്കൊന്നും വാങ്ങിച്ചല്ല കേട്ടോ, 2018 വാങ്ങിയ സ്ഥലമാണ്. 2018 വാങ്ങിച്ചിട്ട് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ പറയുന്നുണ്ട് വീടില്ല, സ്ഥലമില്ല എന്നൊക്കെ, വീടില്ല എന്ന് പറയുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ പണിതില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ 2018 ഈ സ്ഥലം വാങ്ങിച്ചത് 2ഉം കൽപ്പിച്ച്
ലോൺ എടുത്താണ് വാങ്ങിച്ചത്. സ്ഥലം നിങ്ങളത് നിങ്ങൾ കാണണം കേട്ടോ. കാരണം എനിക്ക് ജീവിതത്തിൽ വലിയ ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ പറയാനായിട്ട് വലിയ ആൾക്കാരൊന്നുമില്ല. ഇപ്പൊ കാവ്യുണ്ട്, സൂര്യനുണ്ട്, അവരൊക്കെ ഉണ്ട്, അവരോട് പറയും. അല്ലെങ്കിൽ ഞാനും അച്ഛനും അമ്മയും ഞങ്ങൾ ഇത്രയല്ലാതെ അധികം അങ്ങനെ നമ്മളുടെ ഒപ്പം നിൽക്കുന്ന അങ്ങനെയുള്ള വലിയ അങ്ങനെ ആരും പറയത്തക്ക രീതിയിലില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ മൊമെന്റ്സും നിങ്ങളോട് ഇപ്പോൾ ഞാൻ പങ്കുവെക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ സ്ഥലം ഒന്ന് കാണാം. ആ സ്ഥലം കാണാൻ ഇന്നൊരു കാര്യമുണ്ട് കേട്ടോ. ആ സ്ഥലത്തിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ ലോൺ ഉണ്ടായിരുന്നു, ഇപ്പോഴും ലോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2018 വാങ്ങിച്ചിട്ട് ഇപ്പോൾ 25 ആയി. ഇപ്പോഴും എന്തുകൊണ്ടാണ് വീട് വെക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട് വെക്കാനുള്ള പൈസ ഇതുവരെ ആയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം വാങ്ങിച്ച കടം തീർന്നിട്ട് വീട് വെക്കാം എന്ന് വിചാരിച്ചാണ് ഇത്രയും നാളിരുന്നത്. പക്ഷേ സ്ഥലം വാങ്ങിച്ച കടവും തീരുന്നില്ല, വീട് വെക്കാനും പറ്റുന്നില്ല. പണി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വെക്കാനുള്ള തറക്കല്ലിടുന്ന പണിയൊന്നുമല്ല. നമ്മുടെ പറമ്പ് കുറച്ച് ഷേപ്പ്ലെസ് ഒക്കെയാണ്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ആ പറമ്പിലെ കാര്യങ്ങളൊന്ന് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ അവിടുത്തെ റോഡാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ റോഡ്. ഈ പുറകെ കാണുന്നില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ പ്ലോട്ട്. ഇതാണ്. ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാം, പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അവിടെ ചെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളിത് ഇവിടെ ഒന്ന് ലെവൽ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇത്രയാണ് നമ്മുടെ പ്ലോട്ട്. പിന്നെ അതെ ഇത്രയും മതി, നമുക്കൊരു കുഞ്ഞു വീട് വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പറമ്പിൽ നിന്ന് ഇതാണ് നമ്മൾ ഇത്രയും നാൾ നടന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പെട്ട വഴികളിലൂടെയാണ് നടന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെ കല്ലും മണ്ണൊക്കെ ഉണ്ട് കേട്ടോ. ജീവിതം എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുന്ന് നമ്മളിത് നേരെ നമ്മൾ ഇറങ്ങുന്നത് ഇതാണ് നമ്മളുടെ വഴി. ഇത്രേ ഉള്ളൂ. നമ്മളിവിടെ വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങുന്നതാണ് നമ്മുടെ ഒരു വഴി എന്നൊക്കെ പറയുന്ന സംഭവം ഇതാണ്. അപ്പോൾ അത്രയും ഒരു സ്ഥലത്താണ് നമുക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ പണി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ കുറേ കല്ലൊക്കെ കൂടി കിടക്കുന്നുണ്ട്. ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ നമ്മൾ വീട് പണിന് മുമ്പ് ഇതൊന്ന് ലെവൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടില്ല, ഈ കല്ലൊക്കെ കൂട്ടിയിട്ടാണ് അടുത്ത് കുറച്ച് പാറ പോലത്തെയൊക്കെ സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് ആ ഏണി ചാരി വെച്ചേക്കണില്ലേ, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഇത്രയും ഇരിക്കുന്ന മണ്ണുണ്ടല്ലോ, അതിങ്ങനെ മണ്ണിങ്ങനെ ഇരിക്കുന്ന ആ മണ്ണ് നമ്മളിന്ന് തട്ടി നമ്മുടെ ഈ ഒരു പറമ്പിലേക്ക് ഇടാമെന്ന് വിചാരിക്കുക. കണ്ടോ, ഇത്രയും സ്ഥലത്തേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ലെവൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിങ്ങോട്ട് വരാറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരും. എന്നാലും നമ്മളിവിടെ ഒരു പണിയൊന്നും നടത്താത്തത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ എന്തോ പോലെയൊക്കെ കിടക്കുവാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ ഭയങ്കര ക്ലീനിങ് പരിപാടികളൊക്കെ ആയിരുന്നു. കണ്ടോ, ബസ്സുകളൊക്കെ പോകണണ്ടില്ലേ. അപ്പോൾ നമുക്ക് വലിയ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും. ഇനി ഇതിന് മുകളിൽ നിന്ന് കണ്ടോ, നമ്മൾ വീട് പണിത് കഴിയുമ്പോൾ നമുക്ക് ടോപ്പിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഹൈവേയിലാണെങ്കിലും നല്ല വ്യൂ ഉള്ള സ്ഥലവും കൂടിയാണ് കേട്ടോ ഇത്. ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ലേ. ഇത് കുറച്ച് സ്ഥലമുള്ളൂ, ഒരു വീട് വെക്കാൻ മാത്രമുള്ള സ്ഥലം, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥലമൊന്നുമില്ല. നമുക്കത് മതി. നമുക്കിപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒന്ന് പ്രോപ്പറായിട്ട് താമസിക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ സ്ഥലം. ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചാൽ ഇതാണ് നമ്മുടെ സ്ഥലം, കറക്റ്റ് സ്ഥലം ഇതാണ്. കണ്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടപ്പുറം കണ്ടോ വേറൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഇത് വേറൊരാളുടെ ബിൽഡിംഗ് ആണ്, നമ്മുടെ അല്ല. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരെന്നൊക്കെ പറയുന്നത് ഇതാണ്. കണ്ടോ, ഈ കുഴിച്ചിട്ടേക്കുന്ന കല്ലാണ് നമ്മുടെ അതിരുകല്ല്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടുന്ന് ആണ്, ഇത് അവരുടെ പ്രോപ്പർട്ടിയാണ്, ഇത് നമ്മുടെ അതിരാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, നേരെ അങ്ങോട്ട് നമ്മൾ ഇന്നൊരു ബൗണ്ടറി കെട്ടാൻ പോവാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പണി. കാരണം ഇവിടെ നമ്മളൊരു ബൗണ്ടറി കെട്ടിയിട്ട് ഈ ഒരു ഹൈറ്റിൽ നമ്മൾ കെട്ടിയിട്ട് ഈ മണ്ണെടുത്തിട്ട് ഈ പ്ലോട്ടിലേക്കിട്ട് ലെവൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ബിൽഡിങ്ങും നമ്മുടെ പ്ലോട്ടും തമ്മിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു തറയുടെ ലെവലിൽ അത്രയും ലെവലിലേക്ക് നമ്മുടെ ബിൽഡിംഗ് അല്ല നമ്മുടെ പ്ലോട്ട് നമ്മുടെ പൊങ്ങും. അപ്പം ഇത് എന്തോ ഷോപ്പ് എന്താണ് ഇവിടേക്ക്. അപ്പോൾ നമ്മൾ ഇവർ ഒരേ ലെവലിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ പോലെ പണിയാനുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ടല്ലേ ഏട്ടാ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, ആളെ ബഹളമൊക്കെ ആയതുകൊണ്ട്. ഇത് ബസ്സൊക്കെ പോകുന്ന കണ്ടില്ലേ. അപ്പോൾ ഇവിടെ കടയായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കാം എന്ന് വിചാരിച്ചു. നമുക്ക് വീടായതുകൊണ്ട് കുറച്ച് പൊങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ വഴി. ഇനിയുള്ള നമ്മുടെ വഴി ഇതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളം വീഡിയോയിൽ അമ്മ പറഞ്ഞു ഞങ്ങളുടെ ദുർഘടം പിടിച്ച വഴിയിലൂടെ ഞങ്ങൾ പോയി എന്ന് പറഞ്ഞു. ഇനി കണ്ടില്ലേ, വീട്ടിൽ നിന്ന് നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ വഴിയിലേക്കുള്ളത്. ഇനി ഞാനേ മുകളിലേക്ക് ഒന്ന് കയറി കാണിച്ചു തരാം കേട്ടോ. ടോപ്പിൽ ഇത് ഈ മുകളിൽ കാണുന്ന നമ്മുടെ തന്നെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇന്ന് നിങ്ങളെ ഇത് കാണിക്കാനായിട്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പറമ്പല്ല, ഇത് ഇത്രയും സ്ഥലം നമുക്കിവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് ഇത്രയും കൂടെ നമുക്കിവിടെ ഉള്ളതാണ്. കണ്ടോ, ഇവിടം വരെ.
അപ്പോൾ ഇത്രയും നമ്മളന്ന് മണ്ണൊന്നും മാറ്റിയിട്ടില്ല, റിമൂവ് ചെയ്തിട്ടില്ല ഇവിടുന്ന്. ഇത്രയും ഇങ്ങനെ മണ്ണ് കിടക്കുക കണ്ടോ. അപ്പോൾ ഈ മണ്ണാണ് ഇന്നെടുത്ത് അങ്ങോട്ടിട്ട് ഇവിടെ ഹൈറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇത് നമ്മുടെ പറമ്പ, ഇതൊക്കെ നമ്മുടെ തന്നെയാണ് കേട്ടോ. ഇത്രയും ഇതുകൊണ്ടൊന്നും കണ്ടില്ല, ഒരു ഉപയോഗവും ഇല്ല. ഇതിങ്ങനെ മണ്ണിരിക്കുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത്രയും ഏരിയ നമുക്കിങ്ങനെ മുകളിൽ ഇങ്ങനെ ഇരിക്കും ഒരു തട്ടായിട്ട്. കണ്ടോ, ഇവിടെയൊക്കെ കണ്ടില്ല, ഇത്രയും സ്ഥലമുണ്ട് ഇവിടെ. പക്ഷെ നമുക്കിതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. നമുക്ക് ഇതെന്ത് ചെയ്യുമെന്ന് എനിക്കറിയാമല്ലോ. എനിക്കിത് കാണുമ്പോൾ സങ്കടം സത്യം പറഞ്ഞാൽ. കണ്ടോ, ഇത്രയും ഏരിയ ഉണ്ട്. കണ്ടോ, ഇത്രയും ഏരിയ ഇങ്ങനെ ഒരു തട്ട് പോലെ ഇങ്ങനെ നിൽക്കുക. ഈ താഴെ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട്. ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ്. പക്ഷേ ഇതൊക്കെ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും, എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ താഴെ പോകുമെന്നറിയത്തില്ല. ശരിക്കും ഇതും ഹൈവേയിലാണെങ്കിലും കാട് പോലെ എന്ന് പറയാൻ കാരണം എന്നറിയാം, ഇവിടെ ആൾതാമസമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ, ഇത്രയും സ്ഥലവും കൂടിയുണ്ട് നമുക്കിവിടെ. കണ്ടോ, ഇവിടം വരെയാണ് നമ്മുടെ ഒരു അതിരെന്ന് പറയുന്നത്. കണ്ടോ, ഇതൊന്നും നമുക്ക് വീടിന് വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇത്രയും സ്ഥലം കണ്ടോ, ഇത്രയും സ്ഥലം മുകളിലുണ്ട്. താഴെ കാണുന്നതാണ് നമ്മുടെ കൊച്ചു സ്ഥലം. താഴെ നോക്കിയേ, ഇതാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ടിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ, മുകളിൽ നോക്കുമ്പോൾ കാണുന്ന സ്ഥലം ഇതാണ്. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഞാൻ കണ്ടോ, ഇത്രയും സ്ഥലമുണ്ട് നമുക്കിവിടെ. കണ്ടോ, ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ്. പക്ഷേങ്കിൽ ഇതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. കണ്ടില്ലേ, ഇതൊന്നും നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് കണ്ടു, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് അതിലൊന്നും സങ്കടമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ താഴെ ഇത്രയും സ്ഥലം കിട്ടിയില്ല ഒരു കൊച്ചു വീട് പണിയാനുള്ള. വലിയൊരു വീടൊന്നും പണിയാൻ പറ്റില്ല, ഒരു കൊച്ചു വീടിനുള്ള സ്ഥലം നമുക്ക് കിട്ടി, അത് മതി നമുക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ പറമ്പിൻ്റെ ആദ്യത്തെ കുറ്റി. ഇവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇത് നമ്മളുടെ അതിരുകളിലാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് നമ്മളിത് ഇങ്ങനെ കുറ്റി അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടാൻ പോവുകയാണേ. അപ്പോൾ ഈ ഒരു ഇത് കെട്ടുന്നത് നമ്മൾ കയറ് ഇങ്ങനെ പിടിച്ചിട്ട്, ആ കയറ് നടുക്കായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെയാണ് കല്ലിട്ട് നമ്മളിപ്പോൾ കെട്ടി, നമ്മുടെ പറമ്പാണ് നമ്മൾ കെട്ടിപ്പൊക്കി മതിലായിട്ട് ഇങ്ങനെ കെട്ടാൻ പോകുന്നതിന്. പറമ്പിൻ്റെ സൈഡ് അവരിത് ഇത്രയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, കെട്ടി ഉച്ചയായില്ല, അതിന് മുമ്പ് കെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ക്രോസ് കൂടി കെട്ടുവാണ്. കാരണം പുറകിൽ കുറേ പാറക്കല്ല് കൂട്ടിയിട്ടിരുന്നത്, അവിടെ നമുക്ക് പാറയൊക്കെ ഉണ്ട്, നമുക്ക് പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ക്രോസ് കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഒരു തട്ട് പോലെ അതാക്കി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തോടെ കുറച്ച് മണ്ണ് സൈഡിൽ ഇരിപ്പുണ്ട്, ആ മണ്ണെല്ലാം എടുത്ത് ഫില്ല് ചെയ്ത് നമ്മൾ ഇതും കൂടെ ഇങ്ങനെ ഇടും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫുള്ള് കണ്ടത്. ഇപ്പോൾ ഫുള്ള് ഏകദേശം ഇത്രയും ഹൈറ്റിൽ നമ്മൾ ആ സൈഡിലിരിക്കുന്ന മണ്ണെല്ലാം കൂടി എടുത്ത് ഫില്ല് ചെയ്ത് നമ്മുടെ പറമ്പച്ചിലൊന്ന് ഉയർത്താൻ പോവുക നമ്മൾ. അങ്ങനെ നമ്മൾ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച നമ്മുടെ കൊച്ചു സ്ഥലമാണ് കേട്ടോ പുറകെ കാണുന്നത്. എന്തായാലും ഇന്ന് അവിടെ അതിരൊക്കെ കെട്ടിയെല്ലാം റെഡിയാക്കുവാണ്. എങ്ങനെ വീട് പണിയുമെന്ന് അറിയത്തില്ല. ദൈവം സഹായിച്ചാൽ വീട് പണിയാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കാം യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടത്തുള്ളൂ. യൂട്യൂബിൽ നമുക്ക് അത്ര വലിയ പൈസ ഒന്നും കിട്ടുന്നില്ല. പൈസയുടെ കാര്യങ്ങളൊക്കെ പറയാം. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ട്രീറ്റ്മെൻറ്റിനുള്ള കുറച്ച് പൈസ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്രയും ആണ് നമുക്ക് അതിൽ നിന്നുള്ളത്. ഇനി ഒരു പക്ഷേങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാണുമ്പോൾ കാണാം, പല യൂട്യൂബേഴ്സും വലിയ വീട് പണിയുന്നു, ഫ്ലാറ്റ് പണിയുന്നു, വില്ല വാങ്ങിക്കുന്നു, അങ്ങനെ കാണാറുണ്ട്. നമ്മളെയും ഒരു പക്ഷേ ദൈവം സഹായിച്ചാൽ നമ്മുടെ ചാനൽ നന്നായിട്ട് റൺ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പക്ഷേങ്കിൽ ഒരു കൊച്ചു വീട് അല്ലേ, എനിക്ക് വലിയൊരു വീടിനോട് താല്പര്യമൊന്നുമില്ല, ഒരു കുഞ്ഞു വീട് നമുക്ക് താമസിക്കാനുള്ള ഒരു 2 മുറിയുള്ളൊരു വീട് പണിയുക എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലൊരാഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം നടക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ് കേട്ടോ. കാരണം എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കൊച്ചു വീട് പണിയാനായിട്ട് ദൈവം സഹായിക്കാനായിട്ട്, ഞാൻ പറഞ്ഞില്ല 2 മുറിയും ഉള്ളൊരു വീട് പണിയാനായിട്ട് ദൈവം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഒരാളുടെ പ്രാർത്ഥന പോലെയല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് എൻ്റെ 1,30,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ എൻ്റെ ഈ സന്തോഷവും നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം.